കുട്ടികളുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായി കെട്ടിടങ്ങളുടെയും മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളുടെയുമെല്ലാം കാര്യങ്ങൾ ഗൗരവമായി പരിശോധിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ബന്ധപ്പെട്ടവർക്കെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ്. നിരവധി മാറ്റങ്ങളാണ് സമഗ്ര ഗുണമേന്മാ പദ്ധതിയുടെ ഭാഗമായി നാം വിഭാവനം ചെയ്യുന്നത്. അതിലൊന്ന് അക്കാദമിക് പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കലാണ്. ഇതിൽ എല്ലാ വിഭാഗം കുട്ടികളെയും പരിഗണിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ക്ലാസ് മുറികളിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഓരോ സ്കൂളിലും അക്കാദമിക് ആസൂത്രണം നടക്കണം. ഫലപ്രദമായ ഈ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ. ഇവിടെ ഈ മാസം തന്നെ എല്ലാ വിദ്യാലയങ്ങളും ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം എന്ന് നിശ്ചയിക്കുകയും സമയപരിധി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പാഠപുസ്തകങ്ങൾ 1 മുതൽ 10 വരെ മാറിയിരിക്കുകയാണ്. സ്കൂളുകളെല്ലാം സാങ്കേതിക വിദ്യ സൗഹൃദപരമായി മാറിയിട്ടുണ്ട്. ഈ വരുന്ന 15-ാം തീയതിക്കുള്ളിൽ, ഇന്ന് ജൂൺ 1, ജൂൺ 15-നുള്ളിൽ എല്ലാ സ്കൂളിലും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാകേണ്ടതാണ്. ഇവിടെ മൂല്യനിർണയ രീതിയിലും വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അധ്യാപകരെ ആ കാര്യങ്ങൾ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ എല്ലാ സ്കൂളുകളിലും അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്. അതനുസരിച്ച് കുട്ടികളെ ഉയർത്താൻ കഴിയണം. അതിൻ്റെ ഭാഗമായി മൂല്യനിർണയ രീതി മാറുകയും വേണം. ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ ഭരണനിർവഹണ രംഗത്ത് സ്വാഭാവികമായ മാറ്റങ്ങളുണ്ടാവണം. സ്കൂൾ സംവിധാനങ്ങളെ ആകെ ഒരു കുടക്കീഴിൽ ഘടനാപരമായി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നീങ്ങുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ നവീകരണം നാം ഉദ്ദേശിക്കുന്നുവെന്നാണ് ഈ പറഞ്ഞതിലൂടെ കാണേണ്ടത്. അത് ശരിയായ രീതിയിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ അധ്യാപകരുടെ പങ്ക് വളരെ പ്രധാനമാണ്. ഒന്ന്, അധ്യാപകരുടെ അറിവിൻ്റെ തലം മെച്ചപ്പെടണം. പണ്ട് പഠിച്ച കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പുതിയ മാറ്റത്തിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അറിവിൻ്റെ തലം ഉയർത്താൻ അധ്യാപകർക്ക് കഴിയണം. അതോടൊപ്പം മനോഭാവം കൃത്യമായി ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യകതയനുസരിച്ചുള്ള മനോഭാവം എല്ലാവരിലും ഉണ്ടാകണം. ഇതിന് സഹായകമായ വിധത്തിലുള്ള പരിശീലനങ്ങൾ അധ്യാപകർക്കും നൽകുകയാണ്. കുട്ടികളോട് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. എങ്കിലും സ്കൂളുകൾ നിങ്ങൾക്ക് പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഇടം മാത്രമാണ് എന്ന ധാരണയോടെ കാണരുത്. വീട് വിട്ടാൽ മറ്റൊരു വീടാണ് സ്കൂൾ എന്നാണ് കാണേണ്ടത്. അധ്യാപകരും സഹപാഠികളും
നിങ്ങളുടെ രക്ഷാകർത്താക്കളും സഹോദരന്മാരുമാണ് എന്ന നിലയിൽ കാണേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളാണെങ്കിലും ഇന്നത്തെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. അത് മാനസികമാകാം, ശാരീരികമാകാം, എന്തോ ആവട്ടെ, എവിടെ നിന്നുള്ളതോ ആവട്ടെ, വീട്ടിൽ നിന്നായാലും പുറത്തു നിന്നായാലും അത്തരം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളെ സ്നേഹിക്കുന്നവരുമായി പങ്കുവെക്കാൻ തയ്യാറാകണം. നിങ്ങൾ ആ വിഷമകരമായ കാര്യം മനസ്സിലിട്ട് അതിനെ വലിയ വിഷമമാക്കി കൊണ്ടു നടക്കുന്ന ശീലം ഉണ്ടാക്കരുത്. അത്തരത്തിൽ മാനസിക വിഷമം നേരിടുമ്പോൾ നിങ്ങൾക്ക് സഹായഹസ്തം നീട്ടാൻ ഞങ്ങളെല്ലാം ഇവിടെയുണ്ട് എന്ന് കുട്ടികളായ നിങ്ങൾ തിരിച്ചറിയണം. ഒരു ചെറിയ പ്രതിസന്ധി ജീവിതത്തിൽ വന്നാൽ ജീവിതം തന്നെ വഴിമുട്ടിപ്പോയി എന്ന ധാരണയോടെ പ്രതിലോമ ചിന്തകൾക്ക് വഴിപ്പെട്ടു പോകരുത്. സാധാരണ നാട്ടിലൊരു ചൊല്ലില്ലേ, സർക്കാർ ഒപ്പമുണ്ട് എന്ന്. അതൊരു വെറും ചൊല്ലല്ല. നിങ്ങളുടെ പഠന നിലവാരം പോലെ തന്നെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഞങ്ങൾക്ക് പ്രധാനമാണ്. അതിന് നിങ്ങളോടൊപ്പം സർക്കാർ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ കാണേണ്ട കാര്യമാണ്. ഇവിടെ പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യങ്ങൾ പൂർണ്ണതയിലെത്താൻ പൊതുസമൂഹം അതിൻ്റേതായ പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം ഉറപ്പാക്കൽ വളരെ പ്രധാനമാണ്. നമുക്ക് ഒരുമിച്ച് അതിനെ നീങ്ങേണ്ടതായിട്ടുണ്ട്. സമൂഹമാകെ ആ ബോധത്തോടെ കുട്ടികൾക്ക് പിന്തുണ നൽകുന്ന നിലപാട് സ്വീകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഈ പ്രവേശനോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേട്ടങ്ങളുടെ പുസ്തക പ്രകാശനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ പുസ്തകം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയിൽ നിന്നും ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഏറ്റുവാങ്ങുന്നു. പുസ്തകം നൽകുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അത് ഏറ്റുവാങ്ങുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാനെയും ആദരവോടെ ക്ഷണിക്കുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ സംസ്ഥാനതല ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് സ്കൂളിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വലിയ തരത്തിലുള്ള സന്ദേശമാണ് കുട്ടികൾക്ക് മുഖ്യമന്ത്രി പങ്കുവച്ചത്. എല്ലാ തരത്തിലും കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങൾക്കും അപ്പുറം മാനസികമായ ഉല്ലാസവും കരുത്തും നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകും. അതിൽ സർക്കാർ ഒപ്പം ഉണ്ടാകുമെന്ന ഉറപ്പൊക്കെയാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. ഒരു ഇടവേള